ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങാച്ചാറാണ്. വളരെ സിമ്പിളായി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ വിനാഗിരിയുടെയോ കടുകിൻ്റെയോ ഒന്നും തന്നെ ആവശ്യമില്ല. ജസ്റ്റ് ഒരു 4 ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് നമുക്ക് ഈസിയായി മാങ്ങാച്ചാറ് റെഡിയാക്കിയെടുക്കാം. മാങ്ങാച്ചാറ് ഉണ്ടാക്കാനായി ആദ്യം കുറച്ച് മാങ്ങ നല്ലപോലെ ക്ലീൻ ചെയ്ത് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കണം. അതോടൊപ്പം തന്നെ കുറച്ച് വെളുത്തുള്ളി കൂടി അരിഞ്ഞ് റെഡിയാക്കി വെക്കണം. ഇനി നമുക്ക് ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 2 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിക്കണം. അത് തിളച്ച് വരുന്ന ടൈമിൽ അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കശ്മീരി മുളക് പൊടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് അത് തിളയ്ക്കുന്ന ടൈമിൽ ഫസ്റ്റ് അതിലേക്ക് വെളുത്തുള്ളി നമ്മൾ ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി ഒന്ന് കുക്കായി തുടങ്ങുന്ന ടൈമിൽ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ മുഴുവനായി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. അരപ്പ് എല്ലാ ഭാഗത്തും എത്തുകയും വേണം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് ഇത് മൊത്തത്തിൽ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നീട് ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിന് മുകളിലേക്ക് നല്ലെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. നല്ലെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ അച്ചാറിന് ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും കിട്ടുകയുള്ളൂ. ഇവിടെ മാങ്ങാച്ചാറ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, താങ്ക് യു.